എല്ലാവർക്കും നമസ്കാരം. സഞ്ജു സാംസണിനെ കുറിച്ചാണ്. മലയാളികളുടെ അഭിമാനമായി 2 ദിവസങ്ങൾക്ക് മുൻപ് മാറിയ സഞ്ജു സാംസണിനെ കുറിച്ച്. ഒരു 10 വർഷക്കാലം മുൻപ് സഞ്ജു സാംസൺ ജോൺ ബ്രിട്ടാസ് എംപിക്ക് നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിനോട് ചോദിക്കുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. 10 വർഷം കഴിയുമ്പത്തെ സഞ്ജുവിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ സഞ്ജു തിരിച്ചിപ്രകാരം പറയുന്നു, അപ്പ 10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ലോകമറിയപ്പെടുന്ന നല്ലൊരു ക്രിക്കറ്ററായി ഞാൻ മാറും. നല്ലൊരു ഡെഡിക്കേഷനോട് കൂടി പ്രവർത്തിച്ച സഞ്ജു ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു ക്രിക്കറ്ററായി 2 ദിവസങ്ങൾക്ക് മുൻപ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ബേസിൽ ജോസഫിനോടൊപ്പം ഉള്ളത്. ഒരു ടീമിനെ എങ്ങനെ വളർത്തിയെടുക്കാം, എങ്ങനെ ഒരു ടീമിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ആ ബേസിൽ ജോസഫിനോടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം IPL പരിശീലന വേളയിലും അല്ലെങ്കിൽ IPL മത്സരങ്ങളുടെ ഇടയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്ദീപ് എന്ന് പറഞ്ഞൊരു ബോളർ ബോൾ ചെയ്തപ്പോൾ ആദ്യം ഒരു വൈഡ് പോയി. അപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ബോളറെ പോയി സമീപിച്ചില്ല, ഒരു കുറ്റവും പറഞ്ഞില്ല. രണ്ടാമതൊരു 6 പോയി, മൂന്നാമതൊരു 6 പോയി. എന്നിട്ടും മൂന്നാമത്തെ ഒരു 6 പോയതിന് ശേഷമാണ് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ പോയി പറയുകയും ഒന്ന് തിരുത്തുകയൊക്കെ ചെയ്തത്. പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ തിരുത്തി കൊടുക്കുന്ന ഒരു ക്യാപ്റ്റൻസിയുടെ ഉടമയല്ല സഞ്ജു. കാരണം അങ്ങനെ ഒരു എടുത്തു ചാട്ടിക്കാരനോ ആയിട്ടുള്ള ദേഷ്യപ്പെടുന്നയാളോ ആയിട്ടുള്ള ഒരാളായിരുന്നില്ല സഞ്ജു. അതാണ് അദ്ദേഹത്തെ മറ്റുള്ള ക്രിക്കറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും ഇത്രയും വലിയൊരു ഉയരങ്ങളിലേക്ക് എത്തിയതും. ശരിക്കും പറഞ്ഞാൽ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതാണ് അദ്ദേഹത്തെ ഈ ഒരു T20 വേൾഡ് കപ്പിൻ്റെ മാൻ ഓഫ് ദി ടൂർണമെൻ്റ് ആക്കി ദൈവം തിരഞ്ഞെടുത്തതും.